ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അൽഫാം പൊറോട്ട സാൻഡ്വിച്ച്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയൊക്കെ തോന്നാം. എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം. അപ്പോൾ അറിയാം ഇതിൻ്റെ ഒരു രുചി. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾ വേണം. വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ക്യാരറ്റ് വേണം, ക്യാപ്സിക്കം വേണം, സവോള വേണം. ഈ വെജിറ്റബിളെല്ലാം നമ്മൾ നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അല്പം കുരുമുളക് പൊടി ചേർക്കുക, അല്പം ഒലിവ് ഓയിൽ ചേർക്കുക. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അൽഫാം ചിക്കൻ നമ്മൾ എല്ലില്ലാതെ നല്ല രീതിയിൽ അതിൻ്റെ മാംസം മാത്രം അരിഞ്ഞ് നുറുക്കി വെക്കുക. എന്നിട്ട് നല്ലൊരു ചൂട് പൊറോട്ട എടുക്കുക. പൊറോട്ടയുടെ മുകളിലേക്ക് മയോണീസ് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന അൽഫാം ചിക്കൻ വാരി വിതറുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ്. ജ്യൂസിനൊപ്പവും ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ഐറ്റമാണിത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് മയോണീസ് നല്ല രീതിയിൽ പുരട്ടുക. വീണ്ടും കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നിരത്തിയിടാം. അപ്പോൾ നമ്മുടെ അൽഫാം പൊറോട്ട സാൻഡ്വിച്ചിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ റോള് ചെയ്യാം. റോള് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഏതാകൃതിയിൽ വേണം നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ടോസിൻ്റെ കൂടെയും മുക്കി കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. അടിപൊളി രുചിയാണിത് കഴിക്കാൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഇനി വരും വരെ നിങ്ങൾക്ക് ബായ്.